ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദിവസമായിരിക്കട്ടെ, അനുഗ്രഹത്തിൻ്റെ ദിവസമായിരിക്കട്ടെ, സമാധാനത്തിൻ്റെ ദിവസമായിരിക്കട്ടെ, കർത്താവിനോടുകൂടെ കുറച്ചുകൂടെ ചേർന്ന് നടക്കുന്ന ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ ഇന്നത്തെ സന്ദേശം. ചോദ്യം ചെയ്യാതെയുള്ള അനുസരണം. കുറിവാക്യം യോഹന്നാൻ 10:26. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ മാനസാന്തരപ്പെടുന്നതിന് മുൻപ് ചണ്ണപ്പെട്ട സ്വദേശിയായ പത്രോസ് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ, ഞാനന്ന് പട്ടാളത്തിലാണ്, തൻ്റെ ജീവിതകഥ എന്നോട് പറഞ്ഞു. ഹിന്ദു മതത്തിലെ ഏറ്റവും താണ ജാതിയിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു. വസൂരി വന്നു. മരിച്ചെന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ശരീരം കൊല്ലത്ത് ഗവൺമെൻറ് ആശുപത്രിയുടെ മോർച്ചറിയിൽ വെച്ചു. എന്നാൽ മോർച്ചറിയിൽ വെച്ച് ചെറിയ ബോധമുണ്ടായി. നിലവിളി കേൾക്കുന്ന യേശു ജീവിക്കുന്നു എന്ന സന്ദേശം പണ്ട് റോഡരികിൽ നിന്ന് ഒരു ഉപദേശി വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. യേശുവേ യേശുവേ എന്ന് അദ്ദേഹം വിളിച്ചു. യേശു രക്ഷിച്ചു, സൗഖ്യമാക്കി. മർത്തോമ സഭയിൽ സ്നാനപ്പെട്ടു. പുനലൂരെ KG ഉമ്മനച്ചനും മറ്റു ചിലരും ചേർന്ന് അല്പം ഭൂമി കുണ്ട്രയിൽ വാങ്ങിക്കൊടുത്തു. അതിൽ താമസിച്ച് വീടുകൾ കയറിയിറങ്ങി സാക്ഷ്യം പറയുന്നു. ഇതേത് വർഷമായിരിക്കണം? ഏകദേശം 58 വർഷത്തിനു മുമ്പ്. വേദപുസ്തക പരിജ്ഞാനമില്ല, വാക്ചാതുര്യമില്ല, സരളമായ ഭാഷയിൽ തൻ്റെ അനുഭവം മാത്രം പറയുന്നു. ഈ പാവപ്പെട്ട ദൈവദാസന് നിന്റെ നല്ല ഒരു ഷർട്ട് കൊടുക്കുക എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു. അത് ദൈവിക ശബ്ദമാണെന്ന് എനിക്ക് രക്ഷിക്കപ്പെട്ടതല്ലെങ്കിലും മനസ്സിലായി. ദരിദ്രനായ മനുഷ്യന് ടെറിക്കോട്ടൺ ഷർട്ടിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ സ്വയം പറഞ്ഞു. ഒരു മുണ്ടും ഷർട്ടും വാങ്ങുവാനുള്ള രൂപ കൊടുക്കുവാൻ ഉള്ളിൽ ആരോ മന്ത്രിച്ചിട്ടും അതിനും ഒഴിവുകഴിവ് പറഞ്ഞു. ഒടുവിൽ ആ മനുഷ്യൻ വീടിൻ്റെ പടികൾ ഇറങ്ങിപ്പോയി. അപ്പോഴും ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, അയാൾക്ക് ഒരു ഷർട്ടിനും ഒരു മുണ്ടിനും 35 രൂപ കൊടുക്കുക. നിന്റെ പക്കൽ അതിനുള്ള രൂപയുണ്ട്. പക്ഷേ ഞാൻ അനുസരിച്ചില്ല. കാരണം എനിക്ക് കള്ളു കുടിക്കാനും സിഗരറ്റ് പിടിക്കാനും പൈസ വേണം. അവധി അവസാനിച്ചു. ഞാൻ ജമ്മു കാശ്മീരിലെ പട്ടാള ക്യാമ്പിലേക്ക് മടങ്ങുകയാണ്. സൂട്ട് കേസിൽ ടെറിക്കോട്ടൺ ഷർട്ടുകളും പാൻറ്റുകളും ബാക്കി വസ്ത്രങ്ങളും എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമിൽ പെട്ടി വെച്ചിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി ഒരു പത്രവും വാങ്ങിക്കാൻ. തിരികെ വന്നപ്പോൾ വെച്ച സ്ഥാനത്ത് എൻ്റെ സൂട്ട് കേസ് ഇല്ല. ധരിച്ചിരുന്ന വില കുറഞ്ഞ ഷർട്ടും ഒരു പഴയ പാൻറ്റും ഞാൻ ഇട്ടിരുന്ന ചെരുപ്പും ഉണങ്ങാനിട്ട തോർത്തും മാത്രം അവശേഷിച്ചു. ബാക്കിയെല്ലാം പോയി. ദൈവശബ്ദം കേൾക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ കടുത്ത ശിക്ഷയാണ് ഞാനന്ന് അനുഭവിച്ചത്. ദൈവം നിങ്ങളോട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുവാൻ പറയുമ്പോൾ അനുസരിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ട് സുവിശേഷ വേലയ്ക്കായി ജമ്മു കാശ്മീരിൽ ചെന്നപ്പോൾ രഹസ്യ പോലീസ് ഇൻ്റലിജൻസ് എന്നോട് ചോദിച്ചു, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത്? ഏത് വിദേശ മിഷൻ്റെ പ്രവർത്തകനാണ് താങ്കൾ? ഞാൻ വിശ്വാസത്തിൽ കഴിയുകയാണെന്ന് പറഞ്ഞത് അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം എൻ്റെ വരുന്ന എഴുത്തെല്ലാം നോക്കിയിട്ടും ഞാൻ അവരോട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ ആഹാരമില്ലായിരുന്നു. പ്രാർത്ഥന കേൾക്കുന്ന യേശുവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം എൻ്റെ ഭാര്യ അടുക്കളയിൽ ചെന്നപ്പോൾ മേശപ്പുറത്ത് പൂരിയും ഹൽവായും ഇരിക്കുന്നു. ഞങ്ങൾ 2 മുറിയിലാണ് താമസിക്കുന്നത്. ഒരു മുറി, അപ്പുറത്ത് അടുക്കള. അടുത്ത ദിവസവും 3-ാമത്തെ ദിവസവും അതേപോലെയുള്ള ഞങ്ങളറിയാതെ പൂരിയും ഹൽവായും കൊണ്ടുവച്ചു ആരോ. അടുത്ത ദിവസം പൂരി കൊണ്ടുവന്ന് വയ്ക്കാൻ വന്ന ആളിൻ്റെ കാലിൻ്റെ കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ വിളി ഓടിച്ചെന്ന് കണ്ടുപിടിച്ചു. അടുത്ത വീട്ടിൽ താമസിക്കുന്ന അമ്പലത്തിലെ പൂജാരിയുടെ ഭാര്യയായിരുന്നു. 3 ദിവസവും ഭക്ഷണം എത്തിച്ചു തന്നത്. ഞാൻ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ ജീവിതം. ഓരോ ആവശ്യത്തിനും പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേൾക്കുന്ന യേശു ആരില്ലെങ്കിലും കൂടെ അവരോട് സംസാരിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുന്നു. രഹസ്യ പോലീസുകാരനായ ബ്രാഹ്മണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ സഹായിച്ചത് യേശു ആയിരിക്കേയില്ല. യേശു ആണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ കൊണ്ട് സഹായിപ്പിക്കുമായിരുന്നു, അല്ലേ? നിങ്ങളിവിടെ വന്ന് പട്ടിണി കിടക്കുന്നതും പ്രാർത്ഥിച്ചിട്ട് യേശു മറുപടി തരാത്തതും കണ്ട് മനസ്സലിഞ്ഞ ഞങ്ങളുടെ തൻ്റെ ഭക്തരിലൂടെ നിങ്ങൾക്ക് ആഹാരം എത്തിച്ചതാണ്. ഞാൻ സ്വയം ചോദിച്ചു, യേശുവാണ് എന്നെ സഹായിച്ചതെങ്കിൽ യേശു എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയോട് സംസാരിച്ച് എൻ്റെ വീട്ടിൽ ആഹാരമോ അതിനുള്ള പണമോ എത്തിച്ചില്ല? ഏറെ നാൾ ഈ ചോദ്യം യേശുവിനോട് ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം യേശു മറുപടി തന്നു, മകനെ, നിന്റെ പട്ടിണി കണ്ടുകൊണ്ട് ഞാൻ പല ക്രിസ്ത്യാനികളോട് സംസാരിച്ചതാണ്. പക്ഷെ അവരാരും അനുസരിക്കാതെ ഇരുന്നതിനാൽ ഞാൻ അന്യജാതിക്കാരിയെ ഉപയോഗിക്കുവാൻ നിർബന്ധിതനായതാണ്. എനിക്കൊരു പ്രവാചകൻ ഇല്ലാതെ വന്നപ്പോൾ കഴുതയെ ഉപയോഗിക്കേണ്ടി വന്നതുപോലെ മാത്രം ദൈവശബ്ദത്തിന് മുമ്പിൽ വാഗ്വാദങ്ങൾ ഉന്നയിക്കരുത്. മുടന്തൻ ന്യായങ്ങൾ അവതരിപ്പിക്കരുത്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ കൈകളും സംസാരിക്കുവാൻ നിങ്ങളുടെ അധരങ്ങളും
എഴുതുവാൻ നിങ്ങളുടെ പേനയുമേ ഉള്ളൂ. അത് അവൻ പറയുമ്പോൾ നൽകുക, അവന് വേണ്ടി ഉപയോഗിക്കുക. നീ പറയുന്നത് ദൈവം പറയുന്നത് നീ ചോദ്യം ചെയ്യാതെ ഞാൻ അനുസരിക്കും എന്നൊരു സമർപ്പണം ഇന്ന് നമുക്കെടുക്കാം. ഉറച്ച സമർപ്പണം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.